ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എക്സാം ഡേറ്റ് വന്ന് September 9 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 3 വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ കോർ ടോപ്പിക്സ് മൊഡ്യൂൾ 4 കോർ ടോപ്പിക്സിലോട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ 4 വരുന്നത് റെഫ്രിജറേഷൻ്റെ ടൂൾസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലാസ്സും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, ലിങ്ക് കാണാത്തവർ കാണുക. റെഫ്രിജറേഷൻ ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്. ഇപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ്, അതിൻ്റെ യൂസ്, ആപ്ലിക്കേഷൻസ്, പിന്നെ ഫണ്ടമെൻ്റൽസ് ഓഫ് റെഫ്രിജറേഷൻ, കുറച്ച് ടേംസ്, യൂണിറ്റ്സ്, മാസ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അകത്തുനിന്നും ഒരു 9 മാർക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ കോർ ടോപ്പിക്സിലോട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കൂടുതലും ഈ ഒരു എക്സാം നിങ്ങളുടെ കോർ ടോപ്പിക്സിൽ സ്റ്റാർട്ടപ്പ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിക്കാത്തവർ പഠിക്കുക. മൊഡ്യൂൾ 4 തൊട്ടെങ്കിലും നിങ്ങളുടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽസ് ഓഫ് റെഫ്രിജറേഷൻ, അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു റെഫ്രിജറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിലെന്തൊക്കെ പ്രോസസ്സ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഒരു റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ കാട്ടി വളരെ താഴ്ന്ന ലെവലിലേക്ക് നമ്മളൊരു സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലേ? റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചറിനെ കാട്ടി അതിൻ്റെ താഴ്ന്ന ലെവലിലേക്ക് നമ്മളൊരു സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ നമ്മൾ അത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ കൂളിംഗ് അല്ല റെഫ്രിജറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ അല്ല, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു കൂളിംഗ് ആണ്, ആർട്ടിഫിഷ്യൽ കൂളിംഗ് ആണ്. ഓക്കെ, അതായത് നമ്മളൊരു ലോ ടെമ്പറേച്ചർ റിസർവോയിൽ നിന്ന് നമ്മൾ ഹീറ്റിനെ എന്താണ് അബ്സോർബ് ചെയ്ത് അതെന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ റിസർവോയിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് മൂവിങ് ഹീറ്റ് ഫ്രം ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ, ലോ ടു ഹൈ ടെമ്പറേച്ചർ, സയൻസ് ഓഫ് മൂവിങ് ഹീറ്റ് ഫ്രം ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചറാണ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ നമുക്കെല്ലാം ഫെമിലാരിറ്റി ആണല്ലേ നമ്മുടെ നമ്മുടെ ഫ്രിഡ്ജിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എവിടെയാണോ നമ്മൾ ആ ഒരു റെഫ്രിജറേഷൻ എഫക്റ്റ് കൊണ്ടുവരുന്നത്, ആ സ്പേസുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റ് സിസ്റ്റത്തിന് നമ്മൾ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയും. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് എന്താണ് പറയുന്നത്, ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് റെഫ്രിജറൻ്റ് എന്ന് പറയും. ഓക്കെ, എന്താണ് നമ്മൾ അതൊരു എക്സാം ചോദിച്ചിട്ടുണ്ട്, ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് റെഫ്രിജറൻ്റ്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് സറൗണ്ടിങ്ങിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലൂയിഡാണ് റെഫ്രിജറൻ്റ്. എന്താണ് റെഫ്രിജറൻ്റ്? ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്തുമാത്രം വാട്ട് ഓൾ എമൗണ്ട് ഓഫ് ഹീറ്റ് വി ക്യാൻ അബ്സോർബ് ആൻഡ് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ടു ദ സറൗണ്ടിങ്സ്. അപ്പോൾ ഫോർ ദാറ്റ് പർപ്പസ് വി ആർ യൂസിങ് ഫ്ലൂയിഡ് നോൺ ആസ് റെഫ്രിജറൻ്റ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയാമോ, എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും ഫെമിലാരിറ്റി ആണല്ലേ, എന്താണ് നമ്മൾ പ്രിസർവേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, അതൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ വാക്സിൻസ്, നമ്മുടെ ഡ്രഗ്സ്, ലൈഫ് സേവിങ് ഡ്രഗ്സ്, വാക്സിൻസ്, ഇതൊക്കെ പ്രിസർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. എയർ കണ്ടീഷനിങ് പർപ്പസിൽ യൂസ് ചെയ്യുന്നത്, മെഡിക്കൽ ഫീൽഡ്, അതുപോലെ ഐസ് പ്രോഡക്റ്റ് മേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഫുഡ് പ്രിസർവേറ്റീവ്സ്, കൂളിംഗ് ബിവറേജസ്, ടെമ്പറേച്ചർ കൺട്രോളിനൊക്കെ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനിലോട്ട് വരികയാണെങ്കിൽ ഇതിലൊരു കംപ്രസർ കാണും, അതുപോലെ തന്നെ കണ്ടൻസർ കാണും, എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബ്, അതുപോലെ യുവാപ്രേറ്റർ. നമ്മൾ പാർട്സിലോട്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്കൊരു വർക്കിംഗ്, അതിൻ്റെ ഒരു ചെറിയൊരു വർക്കിംഗ് നമുക്ക് നോക്കാം. നമ്മൾ എന്താണ്, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ സിസ്റ്റത്തിലകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലിക്വിഡ് എന്ന് പറയുമ്പോൾ റെഫ്രിജറൻ്റ് ആണ്. ലിക്വിഡ് എന്താണ്? റെഫ്രിജറൻ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലിക്വിഡ് യൂസ് ചെയ്യുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റ് എന്നാണ് പറയുന്നത്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? യുവാപ്രേറ്റ് ചെയ്യാനും അതുപോലെ കണ്ടൻസ് ചെയ്യാനും പറ്റും. അതായത് എന്താണ്, യുവാപ്രേഷൻ നടക്കും, കണ്ടൻസറും ഒരേ സൈക്കിളിൽ തന്നെ 2 പ്രോസസ്സ് നടത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഫെമിലാരിറ്റി ആണല്ലേ, യുവാപ്രേഷനും കണ്ടൻസറും ഒരേ സൈക്കിളിൽ തന്നെ 2 പ്രോസസ്സ് നടത്താൻ പറ്റുന്നു ഇവിടെ. നമ്മളിപ്പോൾ ഒരു സ്പേസിൽ നിന്ന് നമ്മളെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അത് യുവാപ്രേറ്റായി അതിനുശേഷം എന്ത് ചെയ്യും, അതിനെ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും ഇതെന്തായി മാറുകയാണ്, ലിക്വിഡായി മാറുകയാണ്. അതായത് ലിക്വിഡ് റെഫ്രിജറൻറ്റിന് ഓൾട്ടർനേറ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റും, യുവാപ്രേറ്റ് ചെയ്യാനും പറ്റും, കണ്ടൻസ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. ഓക്കെ, ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനും ആ ഹീറ്റിനെ സറൗണ്ടിങ്സിൽ റിജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന മെയിൻ കോമ്പണൻസ്, കംപ്രസറുണ്ട്, കണ്ടൻസറുണ്ട്, എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബുണ്ട്, യുവാപ്രേറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കോമ്പണൻസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈക്കിൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ യുവാപ്രേറ്ററിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ യുവാപ്രേറ്ററിൻ്റെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോൾഡ് റെഫ്രിജറേറ്റർ സ്പേസ് ഉണ്ട്.
അപ്പോൾ ഏത് സ്പേസിലാണോ അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലാണോ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൊണ്ടുവരുന്നത് ആ സ്പേസിലുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ എന്ത് ചെയ്യും അബ്സോർവ് ചെയ്യുന്നത് യുവാപ്രേറ്ററാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എൻ യുവാപ്രേറ്റർ? യുവാപ്രേറ്റർ എന്ത് ചെയ്യും? നമ്മുടെ യുവാപ്രേറ്റർ നമ്മളിപ്പം ഏത് സിസ്റ്റത്തിലാണോ അല്ലെങ്കിൽ ഏത് സ്പേസിലാണോ ആ ഒരു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൊണ്ടുവരുന്നത് ആ സ്പേസിലുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്നത് യുവാപ്രേറ്ററാണ്. സോ യുവാപ്രേറ്ററിലിരിക്കുന്ന ആ റെഫ്രിജറേറ്ററിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ലിക്വിഡ് ഫോമിലായിരിക്കും അല്ലേ? അപ്പോൾ യുവാപ്രേറ്ററിൽ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഫോമിലാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യും? ഹീറ്റിനെ അബ്സോർവ് ചെയ്ത് അത് എന്തിലോട്ട് പോവാണ്? വേപ്പർ ഫോമിലോട്ട് പോവുകയാണ്. യുവാപ്രേറ്ററിലിരിക്കുന്ന ലിക്വിഡിനെ അബ്സോർബ് ചെയ്ത് അത് വേപ്പർ ഫോമിലോട്ട് പോവുകയാണ്. അതായത് അവിടെ ഒരു ഫേസ് ചേഞ്ച് സംഭവിച്ചു അല്ലേ? അപ്പോൾ ഫേസ് ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? യുവാപ്രേറ്ററിൽ വെച്ചാണ് ഫേസ് ചേഞ്ച് പറയുന്നത്. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുകയാണ്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അത് വേപ്പറായി മാറുകയാണ്. ഓക്കെ. പിന്നെ ഈ വേപ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ വേപ്പർ എന്ന് പറയുമ്പം ലോ ടെമ്പറേച്ചർ ലോ പ്രഷറാണ്. ഓക്കെ. അപ്പോൾ യുവാപ്രേറ്ററിൽ വെച്ച് അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാവും. ലിക്വിഡിൽ നിന്ന് വേപ്പറിലോട്ട് പോവാണ്. ആ വേപ്പർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ലോ ടെമ്പറേച്ചർ ലോ പ്രഷറാണ്. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചർ ലോ പ്രഷറുള്ള വേപ്പർ എന്താണ് യുവാപ്രേറ്ററിൽ നിന്ന് നേരെ എങ്ങോട്ട് പോവും? നമ്മുടെ കംപ്രസറിലോട്ട് പോവും. ഓക്കെ. യുവാപ്രേറ്ററിൽ നിന്ന് എങ്ങോട്ട് പോവും? കണ്ടൻസറിലോട്ട് പോവാണ്. കംപ്രസറിലോട്ട് പോവാണ്. കംപ്രസർ, വാട്ട് ഇസ് ഫംഗ്ഷൻ ഓഫ് എ കംപ്രസർ? വിൽ കംപ്രസ് ചെയ്യും അല്ലേ? ഇത് കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് വെച്ചും അവിടെ വെച്ച് എന്ത് ചെയ്യും? പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടും. സോ കംപ്രസറിൽ നിന്ന് പുറത്ത് വരുന്ന വേപ്പർ അപ്പോൾ എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ. അപ്പോൾ ഇതൊക്കെ ഓർക്കുക, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട്. യുവാപ്രേറ്ററിലെന്ന് പറയുമ്പം പ്രഷർ എന്ന് പറയുമ്പോൾ ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കംപ്രസറിലോട്ട് കൊടുത്തു. കംപ്രസർ എന്ത് ചെയ്യും? അതിനെ കംപ്രസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിലോട്ട് കൊണ്ടുവരും. ഇനി അതിനെ എങ്ങോട്ട് ചെയ്യും? കംപ്രസർ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നിട്ട് ഇതിന് ഇനി അടുത്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടൻസർ. അപ്പോൾ യുവാപ്രേറ്ററിൽ ലിക്വിഡായിരുന്നു, അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടായി. ലിക്വിഡ് എന്തായി? ഗ്യാസായി മാറി. ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ഗ്യാസായി മാറി. അവിടെ നേരെ കംപ്രസറിലോട്ട് കൊടുത്തു. കംപ്രസറിൽ എന്ന് പറയുമ്പോൾ ഈ ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് എന്തായി മാറി? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഗ്യാസായി മാറാണ് കംപ്രസറിൽ. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യും? കണ്ടൻസറിൽ പോകും. അപ്പോൾ കണ്ടൻസറിൽ വരുന്ന ഏതാണ്? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു വേപ്പർ ഫോമാണ് ഇവിടെ കണ്ടൻസറിൽ വരുന്നത്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആയിട്ടുള്ളൊരു വേപ്പർ ഫോമാണ് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ കണ്ടൻസറിലോട്ട് വരുന്നത്. സോ നമ്മുടെ സറൗണ്ടിങ്ങിൽ നിലവിൽ ഇപ്പോൾ എന്ത് ചെയ്യാണ്? കണ്ടൻസറിലിരിക്കുന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറെക്കാട്ടി വളരെ കൂടുതലാണ്. സോ എന്ത് ചെയ്യും? നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റായി വരും. എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ്? ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻസറിൽ നിന്നും ഹീറ്റ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ആവും. സോ ഇവിടെ വെച്ച് വീണ്ടും ഫേസ് ചേഞ്ച് സംഭവിക്കുകയാണ്. ഓക്കെ. എവിടെ വെച്ച്? നമ്മുടെ കണ്ടൻസറിൽ വെച്ച്. അതായത് വേപ്പറിൽ നിന്ന് തിരിച്ചവിടെ എന്ത് ഫോമിലോട്ട് ആവുകയാണ്? ലിക്വിഡ് ഫോമിലോട്ട് ആവുകയാണ്. അപ്പം നമ്മുടെ കണ്ടൻസറിൽ വേറൊരു ഫേസ് ചേഞ്ച് ഉണ്ടാവണം. ഒരു വേപ്പർ ഫോമിൽ നിന്നും തിരിച്ചത് എന്തിലോട്ട് പോവുകയാണ്? ലിക്വിഡ് ഫോം. പക്ഷേ ആ കിട്ടുന്ന ലിക്വിഡ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫുള്ളി ലിക്വിഡ് കിട്ടത്തില്ല, ഒരു പാർഷ്യലായിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും കിട്ടുന്നത്. സോ കണ്ടൻസറിൽ നിന്ന് പുറത്ത് വരുന്ന എന്തായിരിക്കും? പാർഷ്യലായിട്ടുള്ളൊരു ലിക്വിഡ് ആയിരിക്കും. ആ ഒരു റെഫ്രിജറൻറ്റ്, അതായത് അവിടുത്തെ കണ്ടീഷനിൽ ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷറാണ്. അതായത് നമ്മുടെ കണ്ടൻസറിൽ എന്ന് പറയുമ്പം എന്താണ് ആ സ്റ്റേറ്റ് എന്ന് പറയുമ്പം ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറുമാണ്. കണ്ടൻസറിൽ വെച്ച് ഹീറ്റിനെ എന്താണ്? പുറത്ത് കളയാണ്. സോ അപ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ താഴെയാണ്. അവിടെ കണ്ടൻസർ വെച്ച് എന്താണ്? നമ്മൾ ഹീറ്റിനെ പുറത്തോട്ട് കളയാണ്. അപ്പോൾ സോ വാട്ട് ഹാപ്പൻ? ടെമ്പറേച്ചർ അവിടെ കുറയും. പക്ഷേ പ്രഷറിന് ഒരു ചേഞ്ച് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടൻസറിൽ നിന്ന് പുറത്ത് വരുന്ന ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും? ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് വരുന്നൊരു എന്താണ്? കണ്ടൻസറിൽ ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ വന്നു. അടുത്ത് നമ്മൾ വരുന്ന ഒരു പാർഷ്യലി ലിക്വിഡാണ് വന്നിട്ടുള്ളത്. അടുത്ത പാർട്ടാണ് എക്സ്പാൻഷൻ വാൽവ്. ഈ എക്സ്പാൻഷൻ വാൽവിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലൂടെ കടത്തിവിടുന്നത് എന്താണ്? നമ്മൾ ഈ എക്സ്പാൻഷൻ വാൽവിലൂടെ ഇതിനെ കടത്തിവിടുമ്പോൾ, ഈ പാർഷ്യൽ ലിക്വിഡിനെ കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. അതായത് പാർഷ്യലി ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് ലോ പ്രഷറിലേക്ക് മാറ്റുകയാണ്. സോ അവിടെ എന്താണ്? ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാകും. സോ ഇതെന്താണ്? ഫുള്ളി എന്തിലോട്ട് പോവും? നമ്മുടെ എക്സ്പാൻഷൻ വാൽവിൽ വെച്ച് ഫുള്ളി ഇത് ലിക്വിഡ് ഫോമിലേക്ക് വരാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ യുവാപ്രേറ്ററിൽ വരുന്ന ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ലിക്വിഡ് ആയിരുന്നു. യുവാപ്രേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഏത് സ്പേസിൽ നിന്നാണോ അബ്സർവ് ചെയ്യേണ്ടത് അത് അബ്സർവ് ചെയ്ത് അവിടെ ഫേസ് ചേഞ്ച് സംഭവിക്കുകയാണ്. ലിക്വിഡ് വേപ്പറിലേക്ക് ആവുകയാണ്. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ വേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? കംപ്രസറിൽ കൊടുക്കും. കംപ്രസർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ പ്രഷർ റൈസ് ചെയ്യും. അതെന്ത് ചെയ്യും? കണ്ടൻസറിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ വെച്ച് അറ്റ്മോസ്ഫിയറിൽ വെച്ച് നോക്കുമ്പോൾ ഈ വേപ്പർ ഫോമിൽ ഇരിക്കുന്ന ടെമ്പറേച്ചർ നമ്മുടെ ആംബിയൻറ്റ് ടെമ്പറേച്ചറിനെക്കാട്ടിയും കൂടുതലായിരിക്കും. സോ എന്ത് ചെയ്യും? ഹീറ്റിനെ അറ്റ്മോസ്ഫിയറിൽ റിജക്റ്റ് ചെയ്ത് കൂൾ ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും? എക്സ്പാൻഷൻ വാൽവിലോട്ട് പോകും. അവിടെ കടന്നു വരുമ്പോൾ എന്ത് പറ്റും? പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും. വീണ്ടും യുവാപ്രേറ്ററിൽ വരുന്ന ലിക്വിഡ് ഫോം ആയിട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങനെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ.
ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ബേസിക് കോമ്പണൻസ് ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്രസർ. ഓക്കെ, കംപ്രസർ നിങ്ങൾ ഇതിൻ്റെ പാർട്സ് കോമ്പണൻസ് ഒക്കെ പഠിക്കുക. കംപ്രസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ എന്താണ് കംപ്രസറിൽ എന്താണ് ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് വേപ്പർ, അതായത് യുവാപ്പറയിൽ നിന്ന് വരുന്ന റെഫ്രിജറൻറ്റ് വേപ്പറിനെ എന്തിലോട്ടാക്കും? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലോട്ടാക്കുന്നതാണ് കംപ്രസർ. കംപ്രസ് ചെയ്യാന്ന് ഓർത്താൽ മതി. ലോ ടെമ്പറേച്ചർ ലോ പ്രഷറിനെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പറിലോട്ട് ആക്കാണ് നമ്മുടെ കംപ്രസറുടെ ജോലി. അടുത്ത രണ്ടാമത്തെ പാർട്സാണ് കണ്ടൻസർ. കണ്ടൻസർ എന്താണ്? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് വേപ്പറിനെ കംപ്രസറിൽ നിന്ന് വന്ന ഹൈ ടെമ്പറേച്ചർ പ്രഷർ റെഫ്രിജറൻറ്റിനെ എന്ത് ചെയ്യും? കണ്ടൻസറിലേക്ക് എത്തിക്കും. ഇവിടെ രണ്ട് രീതിയിൽ കൂൾ നടക്കും. ഒന്ന് നമുക്ക് വാട്ടർ ഉപയോഗിച്ച് ഡയറക്റ്റ് അല്ലെങ്കിൽ ആംബിയൻ്റ് എയർ ഉപയോഗിച്ച് നമുക്കിത് കൂൾ ചെയ്യാൻ പറ്റും. അതാണ് കണ്ടൻസറിൻ്റെ ഫങ്ഷൻ. അടുത്ത എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബ് അല്ലെങ്കിൽ ത്രോട്ടിൽ വാൽവ് എന്നങ്ങനെ പറയാം. ഇതിൻ്റെ ഒരു അനദർ നെയിംസാണ്. ഇതെന്ത് ചെയ്യും? കണ്ടൻസറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രഷറിനെ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യും? ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യുക. സോ ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ഫേസ് ചേഞ്ച് ഫുള്ളി മാറും. വീണ്ടും എന്ത് ചെയ്യും? യുവാപ്പറേറ്ററിലോട്ട് വരും. സൈക്കിൾ കണ്ടിന്യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നൊരു ഇതാണ് യുവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഹീറ്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയാണ്. ഏത് സ്പേസിൽ നിന്നാണോ ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്നത് അതെന്ത് ചെയ്യും? ഇവിടെ യുവാപ്പറേറ്ററാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് പാർട്സും നമ്മുടെ വർക്കിംഗ് ആപ്ലിക്കേഷൻസ് ഇതൊക്കെ പഠിക്കാം. ആപ്ലിക്കേഷൻസ് യൂസ് ഓക്കെ ഇതൊക്കെ നോക്കി. നമ്മുടെ സിലബസിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. കോമൺ വൺസ് നമ്മുടെ ബേസിക് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ്. ഒന്ന് അതിൻ്റെ കപ്പാസിറ്റി, അത് മെഷർ ചെയ്യുന്ന ലിറ്റേഴ്സ് അല്ലെങ്കിൽ ക്യൂബിക് ഫീറ്റാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ് വോളിയം ഓഫ് റെഫ്രിജറേറ്റർ അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ടെമ്പറേച്ചർ റേഞ്ച്, അത് സ്പെസിഫൈ ചെയ്യുന്ന മിനിമം അല്ലെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. എനർജി എഫിഷ്യൻസി റേറ്റിംഗ്, ദിസ് ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് എനർജി ദ റെഫ്രിജറേറ്റർ യൂസസ് ടു ഓപ്പറേറ്റ് ചെയ്യാൻ എന്തുമാത്രം എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചിടും കേട്ടോ. ഡീഫ്രോസ്റ്റിംഗ് മെത്തേഡ്, ദിസ് ഡിസ്ക്രൈബ്സ് ഹൗ ദ ബിൽഡപ്പ് ഓഫ് ഐസ് വിത്തിൻ ദ യൂണിറ്റ് ഈസ് റിമൂവ്ഡ്. ഡീഫ്രോസ്റ്റ് നമുക്ക് റെഫ്രിജറൻറ്റ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് വഹിക്കുന്നത്. അതെന്ത് ചെയ്യാണ്? അബ്സോർബ്സ് അല്ലെങ്കിൽ റിലീസസ് ഹീറ്റ് എഫിഷ്യൻ്റ്ലി ഡ്യൂറിങ് ദ സൈക്കിൾ. ഓക്കെ, പിന്നെ നമുക്ക് കെയർ ആൻഡ് മെയിൻ്റനൻസ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. റെഫ്രിജറേഷൻ ടൂൾസ് ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ കെയർ ആൻഡ് മെയിൻ്റനൻസ് നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യണം. കീപ്പ് യുവർ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് ക്ലീൻ. ഓയിലോ അതൊന്നും വരാൻ പാടില്ല. നമ്മുടെ അത് കാരണം എന്ത് ചെയ്യും? കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സ്മൂത്ത് ഓപ്പറേഷൻ അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ലീക്ക് ഡിറ്റക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാനുഫാക്ചറിനെ വിളിച്ച് അതൊക്കെ നമ്മൾ സെൻസ് ചെയ്ത് ക്ലീൻ ചെയ്യാം. പിന്നെ മാനിഫോൾഡ് ഗേജ് സെറ്റിൽ എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം. വാക്വം പമ്പ്, ഡ്രെയിൻ ദ പമ്പ് ഓയിൽ റെഗുലർലി അക്കോർഡിംഗ് ടു ദ മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. കണ്ടാമിനേറ്റഡ് ഓയിലൊക്കെ എന്ത് ചെയ്യും? പമ്പിൻ്റെ എഫിഷ്യൻസി തന്നെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പൈപ്പ് കട്ടേഴ്സ്, ട്യൂബ് ബെൻഡേഴ്സ് ഇതൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഫ്ലെയറിംഗ് ടൂൾ നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ നല്ല എൻഷുർ ചെയ്യുക. പ്രോപ്പർ ഫോർമേഷൻ ഓഫ് ഫ്ലെയേഴ്സ് ഉണ്ടാകുന്നത് എൻഷുർ ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ സ്റ്റോറേജ്, സ്റ്റോർ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻ എ ക്ലീൻ ഡ്രൈ ലൊക്കേഷൻ അവേ ഫ്രം ഡയറക്റ്റ് സൺലൈറ്റ് ആൻഡ് എക്സ്ട്രീം ടെമ്പറേച്ചർ. അത് കൊറോഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഒക്കെ വായിക്കാം. പിന്നെ ഇതിൻ്റെ അത് ഫണ്ടമെൻ്റൽസ് ഓഫ് റെഫ്രിജറേഷൻ ഒരു ടോപ്പിക് നിങ്ങളുടെ സിലബസിൽ വരുന്നുണ്ട്. അതിലെന്തൊക്കെ വരുന്നത്? മെയിൻലി തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ. അപ്പം ആ റെഫ്രിജറേഷൻ മെയിൻലി ഡീൽ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ പഠിച്ചിട്ടുണ്ട്. തെർമോഡൈനാമിക്സിലൊക്കെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ. ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ് ഓൺലി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. ഇവിടെ നമ്മൾ എനർജി എന്ന് പറയുമ്പോൾ ഹീറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കോൾഡ് സ്പേസ് യുവാപ്പറേറ്ററിൽ നിന്നും ഹോട്ട് സ്പേസ് കണ്ടൻസറിലോട്ട്. ഓൾറെഡി പറഞ്ഞു. അതാണ് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ഹീറ്റ് നാച്ചുറലി ഫ്ലോസ് ഫ്രം ഹോട്ട് ടു കോൾഡ്. നമ്മൾ പറയുന്ന നാച്ചുറൽ സ്റ്റേറ്റ്മെൻ്റ് ആയ ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന ഹോട്ട് ടു കോൾഡ്. റെഫ്രിജറേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ടു മൂവ് ഹീറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അതാണ് സെക്കൻഡ് ലോ. പിന്നെ റെഫ്രിജറേഷൻ സൈക്കിൾ ഓൾറെഡി പറഞ്ഞു. യുവാപ്രേഷൻ, കംപ്രഷൻ, കണ്ടൻസേഷൻ, എക്സ്പാൻഷൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവാപ്പറേഷൻ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കംപ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ നമ്മുടെ ഐഡിയൽ ഗ്യാസിലോ അനുസരിച്ച് കംപ്രസ് ചെയ്യുകയാണ്. കണ്ടൻസേഷൻ ആണെങ്കിൽ ഹൈ പ്രഷർ ഹോട്ട് ഗ്യാസ് സറൗണ്ടിങ്സിലോട്ട് റിലീസ് ചെയ്ത് അതെന്താണ്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷനാണ് നടക്കുന്നത്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പം ലിക്വിഡ് എന്താണ്? ഫുള്ളി നമ്മൾ ലോ പ്രഷർ കോൾഡ് ഗ്യാസ് ലേറ്റൻറ്റ് ഹീറ്റാണ് ഇവിടെ നടക്കുന്നത്. സിമിലർ ടു ഇവാപ്പറേഷൻ. ഓക്കെ, റെഫ്രിജറൻസ് പഠിച്ചു. നമ്മൾ റെഫ്രിജറൻസ് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. പ്രൈമറി റെഫ്രിജറൻ്റ് ഉണ്ട്, സെക്കൻഡറി റെഫ്രിജറൻ്റ് ഉണ്ട്. പ്രൈമറി റെഫ്രിജറൻ്റ് എന്ന് പറയുമ്പം നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്യാനും കണ്ടൻസ് ചെയ്യാനും യുവാപ്പറേറ്റ് ചെയ്യാനും പറ്റുന്ന അതിനെയാണ് നമ്മൾ പ്രൈമറി റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത്. അമോണിയ അങ്ങനത്തെയൊക്കെ. ഓക്കെ, പ്രൈമറി റെഫ്രിജറൻ്റ് എന്താണ്? നമുക്കതിനെ കംപ്രസ് ചെയ്യാനും കണ്ടൻസ് ചെയ്യാനും യുവാപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നത്. സെക്കൻഡറി റെഫ്രിജറൻ്റ് എന്ന് പറയുമ്പം ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ വാട്ടർ.
ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി റെഫ്രിജറൻറ്റ്. ഓക്കെ, കോമ്പണൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. രണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ദി കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ടു ദ വർക്ക് ഇൻപുട്ട്. ഇപ്പോൾ നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് കൂടുതലാണെങ്കിൽ മോർ എഫിഷ്യൻറ്റ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് അതിൻ്റെ റേഷ്യോ ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. അതായത് കൂളിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദി കോൾഡ് സ്പേസ് ടു ദ എനർജി യൂസ്ഡ് ബൈ ദ കംപ്രസർ. കപ്പാസിറ്റി എന്ന് പറയുമ്പം ഇത് മെഷർ ചെയ്യുന്ന വാട്ടിലാണ്, കൂളിംഗ് പവർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്സ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തുമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് സിസ്റ്റം ക്യാൻ റിമൂവ് ചെയ്യുന്ന ഒരു ഗിവൺ ടൈമിൽ എന്തുമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ഒരു സിസ്റ്റം റിമൂവ് ചെയ്യാൻ പറ്റും, അതായത് കപ്പാസിറ്റി. ഓക്കെ, അല്ലാതെ മൾട്ടി സ്റ്റേജ് റെഫ്രിജറേഷൻ, ഡീഫോറസ്റ്റിംഗ് മെക്കാനിസം, അഡീഷണൽ ആയിട്ടുള്ള ഫണ്ടമെൻറ്റ്സ് ജസ്റ്റ് നോക്കിയിരിക്കാം. യൂണിറ്റ്സ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ യൂണിറ്റ്സ്. ടെമ്പറേച്ചർ യൂണിറ്റ് അറിയാം, ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റ് ആണ്. പ്രഷർ പാസ്കൽ, കിലോ പാസ്കൽ ഓർ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എനർജി ജൂൾസ്, പവർ വാട്ട് യൂണിറ്റ്, റേറ്റ് അറ്റ് വിച്ച് ഹീറ്റ് റിമൂവ് ചെയ്യുന്നതാണ് പവർ. വർക്ക് ജൂൾസ്, എന്തുമാത്രം വർക്ക് ഡൺ, കംപ്രസ് ചെയ്യുന്ന വർക്ക് ഡൺ. റെഫ്രിജറൻറ്റ് കപ്പാസിറ്റി വാട്ട് തന്നെയാണ്. എന്തുമാത്രം സിസ്റ്റം എമൗണ്ട് ഓഫ് ഹീറ്റ് ഒരു ഗിവൺ ടൈമിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും, റെഫ്രിജറൻറ്റ് കപ്പാസിറ്റി. പിന്നെ മാസ് വെയിറ്റ് ഒക്കെ നോക്കുക. മാസ് എന്ന് പറയുമ്പോൾ കിലോഗ്രാമിൽ എന്തുമാത്രം മാറ്റ് റെഫ്രിജറൻ്റ്, അത് എമൗണ്ട് ഓഫ് മാറ്റ് ഇൻ റെഫ്രിജറൻ കിലോഗ്രാമിലാണ് വരുന്നത്. കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദി സൈക്കിൾ. വെയിറ്റ് ഗ്രാം. പിന്നെ വർക്ക് പവർ ഓൾറെഡി പറഞ്ഞു. പിന്നെ നിങ്ങൾ സിലബസിൽ പറയുന്ന രണ്ട് ടേമാണ് സൂപ്പർ ഹീറ്റിങ്ങും സബ് കൂളിങ്ങും. സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറയുമ്പം ദ പ്രോസസ് വെയർ റെഫ്രിജറൻറ്റ് വേപ്പർ ലീവിങ് ദ യുവാപ്രേറ്ററിൽ നിന്ന് പുറത്ത് വരുന്ന റെഫ്രിജറൻറ്റ് വേപ്പർ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഹോട്ടർ ദാൻ ദി സാച്ചുറേഷൻ ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് പ്രഷർ. അത് എൻഷുർ ചെയ്യുന്നത് നമ്മളെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് യുവാപ്രേറ്റ് ചെയ്ത് അത് ലിക്വിഡിനെ എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, കംപ്രസറിലോട്ട് എൻ്റർ ചെയ്യുന്ന കാട്ടി പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡാമേജോ. അതാണ് സൂപ്പർ ഹീറ്റിംഗ്. സബ് കൂളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ പ്രോസസ് വെയർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ലീവിങ് ദ കണ്ടൻസർ ഈസ് സ്ലൈറ്റ്ലി കൂളർ ദാൻ ദി സ്ലൈറ്റ്ലി സാച്ചുറേഷൻ ടെമ്പറേച്ചർ. നേരത്തെ ആണെങ്കിൽ സ്ലൈറ്റ്ലി ഹോട്ടറാണ്, ഇവിടെ ആണെങ്കിൽ സ്ലൈറ്റ്ലി കൂളർ ദാൻ. അത് നമ്മുടെ റെഫ്രിജറൻറ്റ് കണ്ടൻസറിൻ്റെ എഫിഷ്യൻസി ഒക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. The temperature at which a substance exists in a equilibrium as a liquid and its vapor at a specific pressure. അങ്ങനെയാണ് നമ്മൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം ആസ് എ ലിക്വിഡ്, ഇക്വിലിബ്രിയം, വേപ്പർ അറ്റ് എ സ്പെസിഫിക് പ്രഷർ. ഓക്കെ, അടുത്ത് വരുന്നത് ബോയിലിംഗ് പോയിൻറ്റ്, ഫ്രീസിംഗ് പോയിൻറ്റ്. ബോയിലിംഗ് പോയിൻറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ബോയിൽസ് ആൻഡ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് വേപ്പറിലോട്ട് ഒരു സ്പെസിഫിക് പ്രഷറിൽ മാറ്റുക. റെഫ്രിജറേഷനിൽ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് അറ്റ് ദ ഇവാപ്രേറ്റർ പ്രഷർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹീറ്റ് അബ്സോർപ്ഷൻ. ഫ്രീസിംഗ് പോയിൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്തോ ലിക്വിഡ് ഫ്രീസ് ആവുന്നു, അതിന് സ്റ്റേറ്റിൽ ചേഞ്ചിലോട്ട് സ്റ്റേറ്റ് ആവുന്നു, ഫേസ് ചേഞ്ച് നടക്കുകയാണ്. പിന്നെ ലോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഓൾറെഡി നേരത്തെ പറഞ്ഞു, അത് പഠിക്കാം. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം. പിന്നെ ബോയിൽസ് ലോ, ചാൾസ് ലോ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പോവാം. ലോസ് ചിലപ്പം സംടൈംസ് ചോദിക്കും. ഗ്യാസ് ലൂക്കസ് ലോ, ഐഡിയൽ ഗ്യാസ് ലോസ്, അത് നമ്മൾ തെർമോഡൈനാമിക്സിലൊക്കെ വരുന്നതാണ്. അത് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഇനി കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിലോട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ MCQ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് തന്നിട്ടുണ്ട്, ഇത് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സിൽ ഇത്രയാണ് വരുന്നത്. മെയിൻലി വരുന്ന അതിൻ്റെ റെഫ്രിജറേഷൻ്റെ വർക്കിംഗ്, അതിൻ്റെ പാർട്സ്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങൾ വർക്കിംഗ് ഒക്കെ പഠിക്കുക. വർക്കിംഗ് പാർട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള MCQ ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ യൂണിറ്റ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നോക്കുന്നുണ്ടോ, ദ റേറ്റ് അറ്റ് വിച്ച് ഹീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം എ സ്പേസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ വാട്ട്, അങ്ങനെ ചോദിക്കാറുണ്ട്. വർക്ക് ഡൺ ബൈ ദ കംപ്രസർ ഈസ് മെഷർഡ് ഇൻ ജൂൾസ്. ഓക്കെ, അങ്ങനെ യൂണിറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സബ് കൂളിങ്ങും സൂപ്പർ ഹീറ്റിങ്ങും സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അതൊക്കെ ജസ്റ്റ് നോക്കിയിരിക്കുക. സംടൈംസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, കാരണം സിലബസിൽ ലോസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസും ആ ഒരു ടോപ്പിക്കും ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കാം. വർക്കിങ്ങും നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ, നമ്മുടെ റെഫ്രിജറേഷൻ്റെ കൺസ്ട്രക്ഷനിൽ മെയിൻലി വരുന്ന പാർട്സ്, ഓരോ പാർട്സ് എന്തൊക്കെയാണ് അത് നോക്കാം. പിന്നെ കെയർ ആൻഡ് മെയിൻ്റനൻസ്, റെഫ്രിജറേഷൻ ടൂൾസും ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കെയർ ആൻഡ് മെയിൻ്റനൻസ് പറഞ്ഞു. ഫണ്ടമെൻറ്റൽസ് ഓഫ് റെഫ്രിജറേഷൻ യൂണിറ്റ്സ് കണ്ടോ, ഇതിൽ വരുന്നത് ഹീറ്റ്, ടെമ്പറേച്ചർ, സെൻസിബിൾ ഹീറ്റ്, സൂപ്പർ ഹീറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ യൂണിറ്റ്സ് പഠിക്കാം. ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ലോസ് ഓഫ് പെർഫെക്റ്റ് ഗ്യാസസ്, അത് പറയുന്നത് ലോ ഓഫ് പെർഫെക്റ്റ് ഗ്യാസസിലാണ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അങ്ങനത്തെ കുറേ ലോസ് ഉണ്ട്. അപ്പോൾ അത് കൂടെ നോക്കിയിരിക്കാം. ലോസ് ഓഫ് തെർമോഡൈനാമിക് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അത്. അപ്പോൾ ഇതിൽ നമുക്കൊരു 9 മാർക്കിലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഓരോ ടോപ്പിക്സും നല്ലപോലെ തന്നെ പഠിക്കാം.
വീഡിയോ ക്ലാസ് കണ്ട് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് റിലേറ്റ് ചെയ്ത് വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, താങ്ക് യു.